ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ നല്ല മഴയുടെ സീസണൊക്കെ ഉണ്ടല്ലോ. നമ്മളെ ചവിട്ടിയൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് കഴുകി ഉണക്കിയെടുക്കുക എന്നുള്ളൊരു ടിപ്പാട്ടെന്ന് കാണിച്ചിരുന്നത്. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് നുറുങ്ങ് വിദ്യകളൊക്കെ കാണാം. നമ്മളെ സ്കൂൾക്കൊക്കെ മക്കൾ റബ്ബർ ഇല്ലാതൊക്കെ ചിലപ്പം പോകുമ്പോൾ ഇതുപോലെ റബ്ബർ പെൻസിലിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, റബ്ബറിൽ എങ്ങനെയാണോ മായ്ക്കണത് അതുപോലെ ഇതും മായ്ക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കത്രികയൊക്കെ ബാഗിലിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാഗിൽ ഇതിൻ്റെ ഈ കുറുപ്പ് തട്ടുമ്പോൾ കേടുവരും. അപ്പോൾ ഇതുപോലെ മക്കളെ ബണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബണ്ണിട്ട് കൊടുത്താൽ മതി ഇട്ടത് കണ്ടോ. അപ്പോൾ ബാഗിനൊരു കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ നെക്സ്റ്റ് ടിപ്പ്, നമ്മളിപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ആയിട്ട് പാത്രം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ഇതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പാത്രത്തിൽ. നെയ്യുള്ള പാത്രമൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ മെൽറ്റായിട്ട് കഴുകാൻ നല്ല സുഖമായിക്കാരം കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞെങ്കിലും ബീഫിൻ്റെ ഒരു ആരവം ഇപ്പോൾ എവിടെയും വിട്ട് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഇന്ന് ഇവിടെ ബീഫായിരുന്നു കേട്ടോ, ഫുള്ള് നെയ്യുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടോ ചൂടുവെള്ളത്തിൽ നമുക്കിതുപോലെ ചെയ്ത് വെച്ചാൽ പാത്രം പെട്ടെന്ന് ക്ലീൻ ആയിക്കോട്ടും കേട്ടോ. പക്ഷെ നെയ്യ് വെച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് എങ്ങനെ ക്ലീൻ ചെയ്താലും നമ്മളാ കഴുകണ ചകിരിയിലും നെയ്യ് പിടിക്കും, ആകെ ഒരു കയ്യൊക്കെ ഇതാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ആദ്യം തന്നെ ആണ് ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ നമ്മളെ പാത്രം ക്ലീൻ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് കണ്ടോ പെട്ടെന്ന്. ഇനി നമുക്ക് സാധാ ടൈപ്പ് നമ്മളെങ്ങനെ കഴുകണമെന്ന് വെച്ചാൽ അതുപോലെ അത് കഴുകിയെടുത്താൽ മതി. നെയ്യിൻ്റെ ഇതൊക്കെ ഞാനൊരു പാത്രത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മളെ ചവിട്ടി കഴുകാനുള്ള ടിപ്പാട്ടോ. ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചൂടുള്ള വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ, നല്ലോണം ചൂട് വേണം, എന്നാലുള്ളൂ നമ്മളെ ചവിട്ടിയിട്ട് ആ ഒരു അഴുക്കൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകിപ്പോരും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ ആവശ്യത്തിന് ലിക്വിഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സോപ്പ് പൊടി, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ചവിട്ടി എന്ത് ചെയ്യുക, ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈ പൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഇങ്ങനത്തെ ഒരു വടിയോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് കണ്ടോ ആ ചവിട്ടിയിലിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടറിയും അതിലെത്ര അഴുക്കുണ്ട് എന്നുള്ളത്. കാരണം പെട്ടെന്ന് കളറ് ചേഞ്ച് ആവും. ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും ഇതുപോലെ നമ്മളെ കിച്ചൺ ടവലായിക്കോട്ടെ, മോപ്പ്, ചവിട്ടിയൊക്കെ ഇട്ട് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം അഴുക്കൊക്കെ പെട്ടെന്ന് ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പോരും. അതിനുശേഷം ഞാൻ 1 മണിക്കൂർ അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കണ്ടോ ചവിട്ടി ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയെടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒലുമ്പുമ്പോൾ തന്നെ ഇത് അഴുക്ക് മുഴുവൻ പോന്നിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്തെടുക്കുക. കാരണം ഈ ഊരവേദന അങ്ങനെ എല്ലാവർക്കൊക്കെ ഈ കല്ലിൽ ഇതിട്ട് അടിച്ച് കഴുകാൻ ഭയങ്കര പ്രയാസമാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആകും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊക്കെ മടിയാവും കല്ലിലൊക്കെ ചവിട്ടിയെടുത്തിട്ട് കഴുകാൻ. അപ്പം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു 3-4 തവണ നമ്മളത് അങ്ങനെ മുക്കി വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറി വരും. അപ്പം നല്ല വെള്ളം ആവണത് വരെ ഒന്ന് കുത്തി പിഞ്ഞെടുത്താൽ മതി. പിന്നെ കല്ലിലൊന്നും ഇട്ട് കഴുകണമെന്നൊന്നുമില്ല. ഇത് കണ്ടോ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. ഇനി ഈ മഴക്കാലത്ത് നമുക്ക് ഉണക്കിയെടുക്കല്ലോ ടിപ്പ് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മളെ പുകടുപ്പിൻ്റെ ബാക്കിലുണ്ടാവുമല്ലോ നമ്മൾ വെണ്ണീറൊക്കെ വരുന്നത്, അതാണ് കേട്ടത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എങ്ങനെയായാലും മുറ്റത്തിട്ടിട്ട് ഉണക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽമിട്ടാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നമ്മളെ അടുപ്പ് കത്തിക്കുമ്പോൾ അടുപ്പിൻ്റെ ചൂട് ഇതിൽ നല്ലോണം തട്ടുമ്പോൾ നമ്മളെ മാറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. കണ്ടോ നല്ലോണം ക്ലീൻ ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരേണ്ടവരെ എല്ലാവർക്കും ബൈ ബൈ.